നമസ്കാരം പ്രിയ SK മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 പുതുവത്സര ഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2024 നിങ്ങളേവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളേവർക്കും പുതുവത്സര ആശംസകൾ. 2024 മേടം രാശിയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടം രാശിയിൽ ഗുരു ഭഗവാൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് മെയ് മാസം വരെ. മെയ് മാസത്തിന് ശേഷം ഗുരു ഭഗവാൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നേടുവാൻ ആവശ്യമായ ധനം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇവർ ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുന്നതാണ്. വീട്, വാഹനം, വില കൂടിയ ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. 6-ൽ സഞ്ചരിക്കുന്ന ഹേതുവിനാൽ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയും ദാമ്പത്യ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. ലാഭസ്ഥാനമായ 11-ൽ ശനി ഭഗവാൻ സഞ്ചരിക്കുന്നതിനാൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഭാഗ്യം ചിലർക്ക് ലഭിക്കും. വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറി നല്ല ആരോഗ്യം വീണ്ടെടുക്കുന്നതാണ്. ചിലർക്ക് പ്രേമ സാഫല്യം കൈവരിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും പ്രശംസ പിടിച്ചുപറ്റും. അതുപോലെ ചിലർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പുത്രഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പുത്രഭാഗ്യം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഓർമ്മ ശക്തി വർദ്ധിപ്പിച്ച് പഠിക്കുന്ന വിഷയങ്ങളിൽ ഉന്നത മാർക്കുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വീട്, വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. 2024 മേടം രാശിക്കാർക്ക് ഒരു സുവർണ കാലം തന്നെയാണ്. 2024 ഇടവം രാശിയുടെ ഫലം പരിശോധിക്കാം. ഇടവം രാശിയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് രാഹു ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ, അതുപോലെ ഹേതു പൂർവ്വ പുണ്യസ്ഥാനമായ 5-ൽ സഞ്ചരിക്കുന്നതിനാലും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി ദൃഢവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം വിജയം കൈവരിക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ വിജയം കൈവരിക്കുന്നതാണ്. വ്യാപാര ലാഭം കൈവരിക്കുന്നതാണ്. ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ പുത്ര സൗഭാഗ്യം ചിലർക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യം 2024 സാധ്യമാണ്. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ലഭിക്കുന്നതാണ്. അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്ഥലമാറ്റം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ഉപരിപഠനം നടത്തുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. 2024 ഇവർക്ക് ഒരു നല്ല വർഷമാണ്. അടുത്ത രാശി മിഥുനം രാശി. 2024 ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിക്ക് ഒരു നല്ല കാലം 2024 മുതൽ ആരംഭിക്കുകയാണ്. വർഷാരംഭത്തിൽ ലാഭസ്ഥാനത്ത് ഗുരു സഞ്ചരിക്കുന്നതിനാൽ എല്ലാ തരത്തിലും ധനലാഭം കൈവരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. 10-ൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ വിദേശ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഭാഗ്യം കൈവരുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായവും സ്നേഹവും ലഭിക്കും. ശനി 9-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പ്രശസ്തി വർദ്ധിക്കും. ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. പുത്രസൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് പുത്രസൗഭാഗ്യം ഈ വർഷത്തിൽ സാധ്യമാകുന്നതാണ്. കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ തൊഴിൽ തുടങ്ങുവാനുള്ള ഭാഗ്യം ചിലർക്ക് കൈവരുന്നതാണ്. ദാമ്പത്യ ബന്ധം സുഖപ്രദമായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും ഉന്നത മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2024.
ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോട് കൂടിയ സ്ഥലമാറ്റം ലഭിക്കും. ചിലർക്ക് വീട് വാഹനം വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറുകിട സംരംഭകർക്കും അനുകൂലമായ സമയമാണ് 2024. ഇവർ കടം കൊടുക്കുന്നത് മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ 2024 ഒരു സുവർണകാലമാണ്. എല്ലാവിധത്തിലും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് മിഥുനം രാശിക്ക്. അടുത്ത രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്ക് അഷ്ടമ ശനി കാലമാണ്. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും കൃത്യ സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് ധനസഹായങ്ങൾ ലഭിച്ച് ഇവരുടെ എല്ലാവിധ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവർ സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. അഷ്ടമ ശനി കാലമായതുകൊണ്ട് കോടതി കേസുകൾ വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. മെയ് മാസത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്ക് ചില സ്ഥലം മാറ്റം, അതുപോലെ ചിലർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഗുരു ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. നിങ്ങൾ പ്രധാനമായി ഈ കാലഘട്ടങ്ങളിൽ ആഞ്ജനേയ വഴിപാടും അതുപോലെ ശാസ്ത ക്ഷേത്രങ്ങളിൽ പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയുടെ 7-ൽ ശനി സഞ്ചരിക്കുകയും 8-ൽ രാഹു, 9-ൽ അതായത് ഭാഗ്യ സ്ഥാനത്ത് ഗുരു ഭഗവാൻ സഞ്ചരിക്കുന്നത് വർഷാരംഭത്തിൽ, അതായത് മെയ് മാസം വരെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണെന്ന് പറയാം. കർമ്മ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുകയും ഇവരുടെ രോഗങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള ഭാഗ്യം കൈവരിക്കുന്നതാണ്. തൊഴിൽ അന്വേഷകർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതാണ്. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഭാഗ്യം ഇവർക്ക് ഈ വർഷം വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ മാത്രം കുറെ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. ഉദ്യോഗസ്ഥർ മേലധികാരികളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. ഗവൺമെന്റിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സാധ്യത ചിങ്ങം രാശിക്കാർക്ക് ഉണ്ട്. വാക്ചാതുര്യം കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായി ചെയ്ത് വിജയം കൈവരിക്കുന്നവരാണ്. അടുത്ത രാശി കന്നി രാശി. കന്നി രാശിയുടെ 7-ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഗുരു ഭഗവാൻ 8-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആഡംബര ചെലവുകൾ കുറയ്ക്കണം. എന്നാൽ ഗുരു ഭഗവാൻ മെയ് മാസത്തിന് ശേഷം ഇവർക്ക് നല്ല കാലമാണ്. എല്ലാവിധത്തിലും വിജയം കൈവരിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കും. അതുപോലെ വിദേശത്ത് പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. 2024 അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം കൈവരിക്കുന്ന ഒരു രാശിയാണ് കന്നിരാശി. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. വീട് വാഹനം വാങ്ങാനുള്ള ഭാഗ്യം ചിലർക്ക് ലഭിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവികൾ തേടി എത്തുന്നതാണ്. കന്നി രാശിക്കാർക്ക് 2024 ഒരു സുവർണ കാലം തന്നെയാണ്. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിയുടെ ഗ്രഹനില അനുസരിച്ച് പൂർവ്വ പുണ്യസ്ഥാനത്ത് ശനി ഭഗവാൻ സഞ്ചരിക്കുന്നു. ഗുരു ഭഗവാൻ 7-ൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ രാഹു ഭഗവാൻ 6-ൽ സഞ്ചരിക്കുകയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
പൂർവ്വ പുണ്യസ്ഥാനമായ 5-ൽ ശനീശ്വര ഭഗവാൻ സഞ്ചരിക്കുന്നത് കൊണ്ട് പുത്രഭാഗ്യം ലഭിക്കും. പുതിയ ജോലി ചിലർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളാൽ ഇവരുടെ സൽപ്പേര് വർദ്ധിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരിക്കും. പുതിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യം കൈവരിക്കുന്നതാണ്. പെൺമക്കളുടെ വിവാഹം ഇവർ ഈ വർഷത്തിൽ നടത്തിവെക്കാനുള്ള ഭാഗ്യം സാധിക്കുന്നതാണ്. അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല മുന്നേറ്റം കാണുന്നതാണ്. അതുപോലെ തൊഴിൽപരമായിട്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതായത് ഇവർ ധനക്രയവിക്രയങ്ങളിൽ ഇരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ ഉദ്യോഗസ്ഥർ അവരുടെ കാര്യക്ഷമത കൊണ്ട് മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു കാലമാണ്. 2024 പ്രത്യേകിച്ച് തുലാം രാശിക്ക് ഒരു സുവർണ കാലം തന്നെയാണ്. അടുത്ത രാശി വൃശ്ചികം രാശി. വൃശ്ചിക രാശിയുടെ 4-ൽ ശനി ഭഗവാൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർ വളരെയധികം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഇവർ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പണമിടപാടുകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വളരെ നല്ലതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. ഉദ്യോഗസ്ഥർക്ക് അവർ ചെയ്യുന്ന ജോലികളിൽ കാലതാമസം നേരിടേണ്ടി വരും. എന്നാൽ ഇവർക്ക് മേലധികാരികളുടെ ആദരവ് ലഭിക്കുന്നത് കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ചിലർക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ് 2024. അടുത്ത രാശി ധനു രാശിയാണ്. ധനു രാശിക്ക് 7ര ശനിക്കാലം മാറി ഇനിയുള്ള കാലം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൈവരിക്കുന്ന സമയമാണ്. വരുമാനം വർദ്ധിക്കും. കടബാധ്യതകൾ ഒക്കെ തീരുന്നതാണ്. പുതിയ വീട് വെച്ച് ഗൃഹപ്രവേശം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറുന്നതാണ്. ചിലർക്ക് പുതിയ വീട് വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം കൈവരിക്കുന്നതാണ്. ഭാര്യ ഭർത്തൃ ബന്ധം സുഖപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾ അവർ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ അഭിവൃദ്ധി കൈവരിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ലഭിക്കുന്ന ഒരു കാലമാണ്. രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവികൾ ലഭിക്കുന്ന ഒരു കാലമാണ്. തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുവാനുള്ള ഭാഗ്യം രാഷ്ട്രീയക്കാർക്ക് കൈവരുന്നതാണ്. 2024 ധനു രാശിക്ക് ഒരു സുവർണ കാലം തന്നെ എന്ന് പറയാം. അടുത്ത രാശി മകരം രാശിയാണ്. മകരം രാശിയുടെ ധനസ്ഥാനത്ത് ശനീശ്വര ഭഗവാൻ സഞ്ചരിക്കുന്നു. 3-ൽ രാഹു ഭഗവാൻ സഞ്ചരിക്കുന്നു. അതുപോലെ 4-ൽ ഗുരു ഭഗവാൻ സഞ്ചരിക്കുകയാണ്. 2024 മകരം രാശിക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. അവരുടെ ജന്മ ശനി മാറി ഇപ്പോൾ ധനസ്ഥാനത്ത് ശനി പ്രവേശിച്ചത് കൊണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി. ഇതുവരെയും തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുകയാണ്. ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ഈ വർഷം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് പുത്ര സൗഭാഗ്യം കൈവരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. തൊഴിലാളികൾക്ക് മാനേജ്മെന്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ശമ്പള വർധനവ് ലഭിക്കുന്നതാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ഒരു സുവർണ കാലമാണ്. മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതാണ്. ശത്രുക്കളുടെ ശല്യം കുറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2024. ഈ രാശിയിൽ ജനിച്ചവർക്ക് സാമൂഹ്യ തലത്തിൽ അധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. ഇവരുടെ കടബാധ്യതകൾ തീർക്കുവാൻ ആവശ്യമായുള്ള ധനം വന്നു ചേരുന്നതാണ്. ചിലർക്ക് വീട് വാഹനം വാങ്ങാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ബന്ധം സുഖപ്രദമായിരിക്കും.
2024 മകരം രാശിക്ക് ഒരു സുവർണ കാലം തന്നെയാണ്. അടുത്ത രാശി കുംഭം രാശി. കുംഭം രാശിക്ക് ജന്മശനി ആരംഭിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അധികരിക്കുന്ന ഒരു സമയമാണ്. ചില പ്രത്യേക അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. പുത്ര സൗഭാഗ്യം ചിലർക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. ചിലർക്ക് പുതിയ പദവികൾ ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കഷ്ടിച്ച് പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ജന്മശനിക്കാലത്തെ ദുരിതങ്ങൾ മാറാൻ വേണ്ടി ശാസ്താവിന് പ്രത്യേക പ്രീതി വരുത്തുന്നതും ആഞ്ജനേയ വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ്. എല്ലാവിധത്തിലും 2024 അല്പം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. അടുത്ത രാശി മീനം രാശി. മീനം രാശിയുടെ ജന്മസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുകയാണ്. അതുപോലെ ഇവർക്ക് 7 ശനി ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റി കൊടുക്കണം. അതുപോലെ ചില സാഹസ്യ പ്രവർത്തികൾ, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പ്രവണതകൾ ഉണ്ടായേക്കാം. അത് നിയന്ത്രിക്കുന്നതാണ് നല്ലത്. എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുവാൻ സാധിക്കുന്നത് ഗുരു ഭഗവാന്റെ ധനസ്ഥാനത്തുള്ള സഞ്ചാരമാണ്. അത് മെയ് മാസം വരെ തുടരുന്നതാണ്. അതുവരെ ഇവർക്ക് സുവർണ കാലമാണ്. ജന്മസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് രാഹു ദോഷങ്ങൾ മാറാൻ വേണ്ടി നാഗർ പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിൽ രാഹുവിന് പ്രത്യേക അർച്ചനകൾ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, കുട്ടികളിൽ ഈ സമയത്ത് പലതരത്തിലുള്ള അലസതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നതും ഇവർ പ്രധാനമായി സരസ്വതി ദേവിയെ പ്രാർത്ഥന ചെയ്യുന്നതും സരസ്വതി ദേവിയുടെ മന്ത്രങ്ങൾ പറയുന്നതും വളരെ നല്ലതാണ്. അതിനുശേഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കുക. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. രാഷ്ട്രീയക്കാർ മുതിർന്ന നേതാക്കളെ വിമർശിക്കുന്നത് ഒഴിവാക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ശനിദോഷ പരിഹാരാർത്ഥം ശാസ്താവിനെയും ആഞ്ജനേയരെയും വണങ്ങുന്നത് വളരെ നല്ലതാണ്. ശനി പ്രീതികരമായിട്ടുള്ള പൂജകൾ, പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കോൺട്രാക്റ്റുകളിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ധന ക്രയവിക്രയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതാണ്. ഏത് തീരുമാനം കൈക്കൊള്ളുമ്പോഴും ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഈ പുതുവർഷ ഫലം ഗോചാരവശാലുള്ള ഫലമാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം ഗ്രഹനില പരിശോധിച്ച് ദോഷങ്ങൾ ഉള്ളവർ ദോഷശാന്തി പരിഹാരങ്ങൾ വരുത്തേണ്ടതാണ്. ശനി പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ ശനിദോഷ പരിഹാരമാകും. അതിനെ പ്രധാനമായി ശാസ്താവിനെ ഭജിക്കുക, ഹനുമാന് പൂജകൾ, പ്രാർത്ഥനകൾ ചെയ്യുക, മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക, ശനി അഷ്ടോത്തര നാമാവലി ജപിക്കുന്നതും നല്ലതാണ്. രാഹുദോഷങ്ങൾ ഉള്ളവർ ഓം രാഘവേ നമ എന്ന മന്ത്രം പറയുന്നതും നാഗർ പ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ്. ഗുരു പ്രീതി വരുത്തേണ്ടവർ ദക്ഷിണാമൂർത്തിയെ വണങ്ങുകയും ഗുരു ഗായത്രി ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥനകൾ, പൂജകൾ ചെയ്യുക. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പൂജകൾ, അർച്ചനകൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ദോഷഫലങ്ങൾ മാറുന്നതാണ്. എല്ലാവർക്കും 2024 എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന
സമ്പൽ സമൃദ്ധിയുടെയും എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു പുതുവർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്ന് ഞങ്ങളുടെ വീഡിയോ വീക്ഷിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.